പഠിക്കുന്ന നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. എന്റെ മക്കളെ എല്ലാവരും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് എത്തിയല്ലേ. അപ്പൊ സ്കൂളിൽ നിങ്ങൾ പുതിയ ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സ് എന്റെ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. എന്നാലും നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപേ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നിങ്ങൾ ചാപ്റ്ററിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതിന് മുൻപ് എന്തായാലും ചാപ്റ്ററിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് പോകുന്നല്ലേടാ കുറച്ചുകൂടെ സുഖം ഉണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ 4ാം ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളെ ചാപ്റ്റേഴ്സിലെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നുമല്ല, കുഞ്ഞു മെഷർമെന്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക, കാരണം നിങ്ങളെ ചാപ്റ്ററിൽ ഇത് ഉണ്ട്. ഓക്കെ, അപ്പൊ മെഷർമെന്റ് ആണ്, അളവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മിസ് പറയുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ റെഡിയാണ്. അപ്പൊ എന്താണ് ഈ മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിലിൽ കുറച്ച് അളവുകളുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവൂല അത്. കാരണം എന്ത് ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യും, നോട്ട് എടുക്കും, മാർജിൻ വരയും, അതിന് മാത്രമാണല്ലോ അല്ലെ സ്കെയില്, അല്ലാതെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? യെസ്, നമ്മൾ കുറെ കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കെയിലിൽ കുറച്ച് മെഷർമെന്റ്സ് ഉണ്ട്, അളവുകളുണ്ട്. സ്കെയിലിലുള്ള അളവുകള് നമ്മൾ ഏത് രീതിയിലായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലേ. ഏത് രീതിയിലാണ് നമ്മൾ പറയുക? സെന്റിമീറ്റർ വെച്ചിട്ടാണ് പറയുക അല്ലെ. മിസ്സിന്റെ കയ്യിൽ ഒരു കുഞ്ഞു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലിൽ എന്തുണ്ടടാ, മെഷർമെന്റ്സ് ഉണ്ട്, അളവുകളുണ്ട്. എന്റെ കയ്യിലുള്ളത് 15 സെന്റിമീറ്റർ വരെയുള്ള സ്കെയിലാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വലിയ സ്കെയിൽ ആയിരിക്കില്ലേ, 30 സെന്റിമീറ്റർ വരെയുള്ള സ്കെയിലൊക്കെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ അമ്മയും അച്ഛനൊക്കെ വാങ്ങി തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്റെ അടുത്തുള്ള പോലെ കുഞ്ഞു സ്കെയിൽ ആണെങ്കിലും അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അളവുകൾ പഠിക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇത് 1 സെന്റിമീറ്റർ ആണ്, 2, 3, 4, 5 എന്നൊക്കെ ഇത് എഴുതിയതൊക്കെ സെന്റിമീറ്റർ കണക്കാണ് എന്നറിയാം. പക്ഷേ ഈ ഒരു സ്കെയിലിന്റെ സെന്റിമീറ്ററിന്റെ ഉള്ളില് ആ കുഞ്ഞു വരകൾ കാണുന്നുണ്ട് എന്റെ മക്കള്? കാണുന്നില്ലേടാ? അതേ ഒരു കുഞ്ഞു വരകള് സ്കെയിലിന്റെ ഉള്ളിലല്ലേ, സെന്റിമീറ്ററിന്റെയും ഉള്ളിൽ ഒരു ചെറിയ വരകൾ കാണുന്നുണ്ട്. അത് ഏത് അളവായിരിക്കും, ഏത് രീതിയിലായിരിക്കും അത് പറയുന്നുണ്ടായിരിക്കുക എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കുട്ടികള്? ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, അതിനൊരു പേര് പറയും, അതെന്തായാലും മിസ് പറഞ്ഞുതരാം. പക്ഷെ അതൊന്ന് നമ്മളൊന്ന് എണ്ണി നോക്കിയാലോ? ഒന്ന് വെറുതെ എണ്ണി നോക്കിക്കേ, എത്ര എണ്ണം വരും എന്നുള്ളത്. എന്റെ മക്കള് സ്കെയിൽ എന്നെ വെച്ചിട്ടോ, മക്കളെ കയ്യിലുള്ള സ്കെയിൽ എന്നെ വെക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളിലല്ലേ ഇതിന്റെ എവിടെ മുതൽ എവിടെ വരെ എണ്ണി നോക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ നോക്കിക്കേ മിസ്, 0 മുതൽ 1 വരെ എണ്ണി നോക്കാൻ പോവാണ്. ആ കുഞ്ഞി വരകൾ എണ്ണി നോക്കാൻ പോവാണ്. ഇത് എണ്ണി നോക്കുമ്പോൾ 1, 2, 3, 4, 5 എത്തുമ്പോ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒരു വലിയ വര വരും ഇല്ലേ. അത് കഴിഞ്ഞതാ വീണ്ടും 6, 7, 8, 9, 10ാമത്തെ വര എത്തുമ്പോഴാണ് നമുക്ക് 1 വരിക. എന്ന് പറഞ്ഞാ ആ 10 കുഞ്ഞി വരകൾ കൂടെ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആവുന്നത് ഇല്ലേടാ. വീണ്ടും നമ്മളിതാ 1 മുതൽ 2 വരെയും 2 മുതൽ 3 വരെയും ഒക്കെ എടുക്കുമ്പോഴും അതിന്റെ ഉള്ളില് എന്തുണ്ട്, കുഞ്ഞി വരകള് 10 എണ്ണം ഉണ്ട് ഇല്ലേ. അപ്പൊ 10 എണ്ണം ചേർന്ന് പോകുമ്പോഴാണ് ഓരോ സെന്റിമീറ്റർ വെച്ച് നമുക്ക് കൂടി വരുന്നേ അല്ലേടാ. അങ്ങനെയുള്ള കുഞ്ഞി വരകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മില്ലിമീറ്റർ അല്ലെ. ചെറിയ ആൾക്കാരല്ലേ, ചെറിയ വരകളല്ലേ, അപ്പൊ നമ്മൾ എന്ത് പറയും, അതിനെ മില്ലിമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ മില്ലിമീറ്ററിന് സെന്റിമീറ്ററിന് നമ്മൾ എങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതുക, CM എന്ന് എഴുതുന്ന പോലെ മില്ലിമീറ്ററിന് നമ്മൾ എങ്ങനെ എഴുതും, M എന്ന് എഴുതും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മിസ് എന്താക്കിയത്, ഇവിടെ എന്റെ മക്കൾ കാണുന്നുണ്ടാവും അല്ലെ, 10 മില്ലിമീറ്റർ ചേർന്നാല് 1 സെന്റിമീറ്റർ ആയി. വീണ്ടും 10 മില്ലിമീറ്റർ ചേർന്നാല് 2 സെന്റിമീറ്റർ ആയി. അങ്ങനെ 10 മില്ലിമീറ്റർ മീറ്റർ ഇങ്ങനെ ചേർന്ന് പോകുമ്പോ നമ്മളെ സ്കെയിലിലുള്ള ഓരോ സെന്റിമീറ്റർ കൂടി വരികയാണ്. അപ്പൊ പുതിയതായിട്ടൊരു അളവ് നമ്മൾ പഠിച്ചു. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞി പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറഞ്ഞേ, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ് അല്ലേടാ. 10 കുഞ്ഞു മില്ലിമീറ്റർ ചേരുമ്പോ 1 സെന്റിമീറ്റർ ആവും. അതേപോലെ സെന്റിമീറ്റർ വെച്ച് നമ്മൾ അളവുകളൊക്കെ കഴിഞ്ഞോ? ഇല്ല, നമുക്ക് സെന്റിമീറ്റർ അല്ല, അതിനേക്കാൾ വലിയൊരു അളവുണ്ട്. അതിനേക്കാൾ വലിയ അളവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, മീറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സെന്റിമീറ്ററിനേക്കാൾ വലിയ അളവാണ് മീറ്റർ
അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എത്ര സെന്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുന്നത് എന്നാ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? അടുത്തത് അത് പഠിക്കണം അല്ലെ. അപ്പൊ ഒരു കുഞ്ഞി വരെയാണ് 1 സെന്റിമീറ്റർ. നമുക്ക് എത്ര സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും എന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഇനി 1 സെന്റിമീറ്റർ അല്ലെ, അടുത്ത 1 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 2 സെന്റിമീറ്റർ ആയി. അങ്ങനെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് എത്ര സെന്റിമീറ്റർ ചേരണം? 100 സെന്റിമീറ്റർ ഒരുമിച്ച് ചേർന്നാൽ എത്രയായി? 1 മീറ്റർ ആയെന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്? 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ ആയെന്ന് പഠിച്ചു. അതേപോലെ 100 സെന്റിമീറ്റർ ചേർന്നാൽ അല്ലെ, അപ്പൊ നമ്മുടെ സ്കെയിലിൽ 15 സെന്റിമീറ്റർ വരെയല്ലായിരുന്നു. അതുപോലെ എത്ര വേണം? വലിയ സ്കെയിൽ ആലോചിച്ച് നോക്കുക എന്റെ മക്കള്. 100 സെന്റിമീറ്ററിന് വലിയ സ്കെയിൽ ആലോചിച്ച് നോക്കാം. അതാണ് 1 മീറ്റർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയെന്നറിയോ? നമ്മളെ തുണിക്കടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മീറ്ററിനാണ് തുണി വാങ്ങുക അല്ലെ. അപ്പൊ 1 മീറ്റർ തുണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു സ്കെയിൽ എടുക്കും. അതാണ് 1 മീറ്ററിന്റെ സ്കെയിൽ. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? അളവ് അനുസരിച്ചിട്ട് നമുക്ക് തുണിയിലെ ക്ലോത്ത് ഒക്കെ എന്ത് ചെയ്യുക? മുറിച്ച് തരുന്നുണ്ടാവുക. അപ്പൊ അത് മാത്രല്ല, ഇതിനേക്കാൾ വലിയൊരു അളവുണ്ട്. ശരിക്കും ഇതൊക്കെ എന്താ? ദൂരങ്ങളാണ് അല്ലെ. ഇങ്ങനെ കുഞ്ഞു ദൂരങ്ങളാണ് ഈ മീറ്ററും അതേപോലെ സെന്റിമീറ്ററും ഒക്കെ. പക്ഷെ അതിനേക്കാൾ വലിയൊരു യൂണിറ്റ് ഉണ്ട്. അതേതാണെന്നറിയോ എന്റെ മക്കൾക്ക്? അറിയാം, അതാണ് കിലോമീറ്റർ. അപ്പൊ മീറ്ററിനേക്കാൾ വലുതാണ് ആര്? കിലോമീറ്റർ. അപ്പൊ എത്ര മീറ്റർ ചേർന്നാലായിരിക്കും 1 കിലോമീറ്റർ ആയിട്ടുണ്ടാവുക? അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യാ? ഞാൻ ഇവിടുന്ന് പറയുന്നതിന് മുന്നേ ആൻസർ അറിയെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും വന്നിട്ട് പറയണം കേട്ടോ. മിസ് പറയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ എത്ര വേണം? എത്ര മീറ്റർ ചേർന്നാലാണ് 1 കിലോമീറ്റർ ആവുക എന്നാണ് ചോദ്യം. എത്ര മീറ്റർ വേണം? യെസ്, 1000 മീറ്റർ ചേർന്നാലാണ് 1 കിലോമീറ്റർ ആവുക. പറയൂല്ലേ, എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ചെറിയ ദൂരമേ ഉള്ളൂ അത് അല്ലെ. 2 കിലോമീറ്റർ ദൂരം പോയാല് എനിക്ക് സ്കൂൾ എത്തി എന്ന് പറഞ്ഞാൽ അതൊരു ദൂരത്തിന്റെ അളവാണ്, ഒരു ഡിസ്റ്റന്റിന്റെ അളവാണ് ശരിക്കും ഈ മീറ്ററും സെന്റിമീറ്ററും ഈ കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അല്ലേടാ. അപ്പൊ ഈ ഒരു അളവും നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് പഠിച്ചത്. എത്ര മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ ആവുമെന്ന് പഠിച്ചു. അതേപോലെ എത്ര സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും എന്ന് പഠിച്ചു. എത്ര മീറ്റർ ചേർന്നാൽ 1 കിലോമീറ്റർ ആവും എന്നും പഠിച്ചു. അപ്പൊ ഈ 3 അളവും എന്റെ കുട്ടികള് നല്ലോണം മനസ്സിലാക്കി വെച്ചോളാം. കാരണം ഇത് നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ എന്തായാലും സ്കൂളിൽ ടീച്ചേഴ്സ് ചോദിക്കുന്നതിന് മുന്നേ എന്റെ മക്കള് ഈ അളവ് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുത്തൂടെ? യെസ്, നമുക്ക് ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി എടുത്തിട്ട് ഒന്ന് ബോക്സിലൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? അസലായിട്ട് പഠിക്കുക. പക്ഷെ ഇത് മാത്രമല്ല, ഇതിനേക്കാൾ കുറെ അളവുകൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മളിപ്പോ ഡിസ്റ്റൻസിന്റെ അളവേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മള് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ തൂക്കി വാങ്ങുമ്പോ ഏത് രീതിയിലാണ് നമ്മൾ അളവുകൾ യൂസ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. എന്തായാലും ഇനിയും നമുക്ക് ഒരുപാട് അളവുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ബൈ ബൈ.